രക്ഷകായപ്പവും വീഞ്ഞുമീ യാഗവേദിയിൽ കാഴ്ചയായിന്നു നൽകുവാൻ ഒന്നു ചേർന്നിതാ നിൽക്കുന്നു. രക്ഷകായപ്പവും വീഞ്ഞുമീ യാഗവേദിയിൽ കാഴ്ചയായിന്നു നൽകുവാൻ ഒന്നു ചേർന്നിതാ നിൽക്കുന്നു. സ്വീകരിക്കണേ ദൈവമേ, സ്വീകരിക്കണേ ഞങ്ങളെ, സ്വീകരിക്കണേ ദൈവമേ, സ്വീകരിക്കണേ ഞങ്ങളെ. പാപമോചനമേകുവാൻ നിൻ ശരീരവും ചൂരയും, പാപമോചനമേകുവാൻ നിൻ ശരീരവും ചൂരയും കാൽവരി കുന്നിൻ വേദിയിൽ യാഗമായി അന്നു തന്നു നീ. നിന്റെ ആ ബലിയോർത്തിതാ കാഴ്ചയേകുന്നു ഞങ്ങളെ. സ്വീകരിക്കണേ ദൈവമേ, സ്വീകരിക്കണേ ഞങ്ങളെ, സ്വീകരിക്കണേ ദൈവമേ, സ്വീകരിക്കണേ ഞങ്ങളെ. നിന്റെ ദാനമാം ജീവിതം എൻ്റെ കൈകളിൽ തന്നു നീ. നിന്റെ ദാനമാം ജീവിതം എൻ്റെ കൈകളിൽ തന്നു നീ. ദുഃഖവും രോഗപീഠയും ആശയും വന്നീരാശയും കാസയിൽ ചേർന്നു നൽകിടാം. ഏറ്റുവാങ്ങണേ ദൈവമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പനപ്പൂ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലിയർപ്പിക്കാം.
അനുരഞ്ജിതരായി തീർന്നീടാ നവമൊരു പീഠമൊരുക്കീടാ ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകിയാണ് ചീടാ അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടീ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശന സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശന സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശന സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാ നിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്ത
കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാൾ ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാളെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. താതനുമതുപോലാത്മജനും പൂക്കായ്ക്കും സ്തുതിയെന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാനി സ്തുതി തന്നിസ്തുല മഹിമാവാ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങേ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകൾ എന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും. അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരും സ്തുതിനുമെന്നും. അനവധ്യൻ മമ നാഥാ നിൻ മഹിമ
സമാധാനം നമ്മോട് കൂടെ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ അങ്ങയുടെ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയിർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ വസിക്കുകയും അവരിൽ സമൃദ്ധനാകുകയും ചെയ്യുന്ന പരിശുദ്ധനും സുദൃഢനും ബലവാനും അമർത്യനുമായ കർത്താവെ, അങ്ങേക്ക് സഹജമായ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിനുള്ള വായന ഗുരു ആശീർവദിക്കണമേ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ശരീരം കൊണ്ട് വിജാതിയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ നിങ്ങളെ അപരിച്ഛേദിതർ എന്ന് വിളിച്ചിരുന്നത് ഓർക്കുക. അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരും ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരും ഉടമ്പടിയുടെ വാഗ്ദാനത്തിൽ അപരിചിതരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവവിശ്വാസമില്ലാത്തവരുമായിരുന്നു എന്ന കാര്യം അനുസ്മരിക്കുക. എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥമായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. ഇരുകൂട്ടരെയും സ്ഥാനത്ത്
ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കുവാനും കുരിശ് വരി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെ ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുവാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കുവാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു. അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹോപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനമതുവായി ഞാനതൊഴുക്കിയിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിത തൂലിക പോലെ നാവിപ്പോൾ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് സദാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടു കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി. പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലുമായിരിക്കുന്നു. അങ്ങനെ അയച്ചുവെന്നും അങ്ങനെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകമറിയട്ടെ. പിതാവേ, ലോകസ്ഥാപനത്തിനു മുമ്പ് എന്നോടുള്ള അങ്ങയുടെ സ്നേഹത്താൽ അങ്ങെനിക്ക് മഹത്വം നൽകി. അങ്ങെനിക്ക് നൽകിയവരും അത് കാണുവാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടെ അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ അങ്ങേ അറിഞ്ഞിരിക്കുന്നു. എന്നെ അവിടുന്നാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു. അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 17-ാമത്തെ അധ്യായത്തിന്റെ അവസാന പാദത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അല്പമൊന്ന് മനസ്സിലാക്കുവാൻ ഇതിനൊരു പശ്ചാത്തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിന് 2 ഭാഗങ്ങൾ ഉള്ളതായിട്ടാണ് ബൈബിൾ പഠിതാക്കൾ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ അധ്യായം 1 മുതൽ
13 വരെയുള്ള അധ്യായങ്ങൾ, ആദ്യ അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് അടയാളങ്ങളുടെ പുസ്തകം എന്നറിയപ്പെടുന്ന പുസ്തകമാണ്. 1 മുതൽ 12 വരെ. 13 മുതലുള്ള പുസ്തകത്തെ മഹത്വത്തിന്റെ പുസ്തകം എന്ന് പറയുന്നു. ഈശോ പ്രവർത്തിച്ച 7 അടയാളങ്ങൾ, ആ 7 അടയാളങ്ങളുടെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളുമായിട്ട് ഈശോയെ ലോകത്തിന് ജീവനും പ്രകാശവുമായി യോഹന്നാൻ അവതരിപ്പിക്കുകയാണ് ആദ്യ പുസ്തകത്തിൽ. രണ്ടാമത്തെ പുസ്തകത്തിലേക്ക് വരുമ്പോഴും കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് യോഹന്നാൻ പറയുന്നത്. ഇതിന് 2 ഭാഗങ്ങളുണ്ട്. 13 മുതൽ 17 വരെയുള്ള ഭാഗത്ത് ഈശോയുടെ വിടവാങ്ങൽ പ്രസംഗം, 18 മുതൽ 21 വരെയുള്ള പുസ്തകങ്ങളിൽ കർത്താവിൻ്റെ പീഡാസഹനവും മരണവും പ്രത്യക്ഷീകരണവും. അപ്പോൾ 13 തുടങ്ങി 17 വരെയുള്ള ഈ വചനഭാഗത്ത് അവസാന ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഈശോയുടെ വിടവാങ്ങൽ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് പെസഹ തിരുനാളിൻ്റെ സമയമായി, ഈശോയുടെ പെസഹ ആചരിക്കേണ്ട സമയമായി എന്ന കാര്യം കർത്താവ് അറിഞ്ഞു. ആ പെസഹ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ ഈശോ നടത്തുന്ന ചില ശുശ്രൂഷകളാണ് ഈ വിടവാങ്ങൽ പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. പെസഹായുടെ ഒരു പ്രത്യേകത നമുക്കറിയാം. ഇസ്രായേൽക്കാര് ഈജിപ്തിൽ നിന്നും കാനാൻ ദേശത്തേക്ക് നടത്തുന്ന യാത്രയാണ് പെസഹ. ദാസ്യത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ നാടായ കാനാനിലേക്ക്, അല്ലെങ്കിൽ വാഗ്ദാന ഭൂവിലേക്ക് കടന്നു പോകുമ്പോൾ അതിന് മധ്യത്തിൽ ഒരു സീനായി മലയുണ്ട്, ഒരു ഹൊറേബ് മല. അവിടെ വെച്ച ദൈവം ഇസ്രായേൽ ജനത്തിന് തൻ്റെതായ നിയമങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും ഒക്കെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. അവിടെ വെച്ച ദൈവം ജനവുമായിട്ടൊരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. ആ ഉടമ്പടിയുടെ ഫലമായി ജനത്തിന് 2 കാര്യങ്ങൾ ലഭിക്കുകയാണ്. ഒന്ന്, രാഷ്ട്രീയമായ ഒരു സ്വാതന്ത്ര്യം, സ്വന്തമായൊരു നാട്. അതേപോലെ തന്നെ ആത്മീയമായ ഒരു സ്വാതന്ത്ര്യം, സാത്താന്റെ പിടിയിൽ നിന്നും ദൈവത്തിന്റെ ജനമായി തീരുന്ന ഒരു ആത്മീയ സ്വാതന്ത്ര്യം. ഈ ആത്മീയ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു മധ്യവർത്തിയായിട്ട് നിൽക്കുകയാണ് ഈ സീനായി ഉടമ്പടി. ഇതുപോലെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് തൻ്റെ പെസഹ ആരംഭിക്കുമ്പോൾ കർത്താവ് തന്നെയല്ല, കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും ചേർന്ന് ഒരു പെസഹായിലേക്ക് വരുന്നു. ആ പെസഹായിൽ വെച്ച് കർത്താവ് തന്നെ രക്തം കൊണ്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുക. ഈ ഉടമ്പടിയുടെ വിശദാംശങ്ങളെല്ലാം കർത്താവ് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. കാലുകഴുകൽ ശുശ്രൂഷയിലൂടെ എന്താണ് ഈ ഉടമ്പടിയുടെ ആന്തരിക സത്ത? അത് മനുഷ്യന്റെ സ്വയം ശൂന്യവൽക്കരണത്തിലൂടെയും സ്വയം ദൈവികമായ സ്നേഹം ഏറ്റെടുക്കുന്നതിലൂടെയും മറ്റുള്ളവർക്ക് ശുശ്രൂഷയിലൂടെയും എല്ലാം മനുഷ്യൻ ദൈവത്തിലെത്തേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുകയാണ്. 17-ാമത്തെ അധ്യായത്തിൽ അവസാനമാകുമ്പോൾ ഈശോയുടെ പുരോഹിത പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ 3 ഭാഗങ്ങൾ കാണാൻ സാധിക്കും. അതിലൊന്ന്, ഈശോ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത്, തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്, ശിഷ്യന്മാരിലൂടെ ഉണ്ടാകാൻ പോകുന്ന ഭാവി ശിഷ്യ തലമുറയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ നമ്മയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ 3 പ്രാർത്ഥനകളിലും 2 പ്രധാനപ്പെട്ട കാര്യമാണ് ഈശോ പറയുന്നത്. ഒന്ന്, ഐക്യം, പരസ്പരം ഉണ്ടാകേണ്ടതായ ഒരു ഐക്യം. നമുക്കറിയാം, ഈശോ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ, ഈശോയുടെ കാലത്ത് തന്നെ ശിഷ്യന്മാരുടെ ഇടയിൽ അനൈക്യത്തിൻ്റെ കനലുകൾ ഉണ്ടായിരുന്നു.
അനൈക്യത്തിൻ്റെ വിത്തുകൾ വളരുന്നുണ്ട്. തങ്ങളിൽ ആരാണ് വലിയവൻ, ആരാണ് കേമൻ എന്നുള്ളതൊക്കെ ചിന്തകൾ അവരുടെ ഇടയിൽ ഉണ്ടായപ്പോഴാണ് ഈശോ അവരുടെ പാദം വരെ താണിറങ്ങിയിട്ട്, ഇതാ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളിൽ ഏറ്റവും എളിയവനായിരിക്കണം. ഒന്നാമനാകേണ്ടത് ശുശ്രൂഷയിലൂടെയാണ്. ഒന്നാമനാകേണ്ടത് ദൈവത്തിൻ്റെ ആ സാന്നിധ്യം ശുശ്രൂഷയിലൂടെ മറ്റുള്ളവർക്ക് നൽകുമ്പോഴാണ് എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറയുന്നു, ഈ ഐക്യം എങ്ങനെയാണ് ഐക്യം ഉണ്ടാകുക? ഐക്യം മനുഷ്യർക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കില്ല. ഐക്യം പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് മാത്രമേ ഐക്യമുണ്ടാകൂ. എന്ന് പറഞ്ഞാൽ പിതാവിൽ നിന്നും അനുസ്യൂതമായി പുത്രനിലേക്കും പുത്രനിൽ നിന്ന് അനുസ്യൂതമായി പിതാവിലേക്കും നടക്കുന്ന ഒരു സ്നേഹപ്രക്രിയ ആയിട്ട് വേണം നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കാനായിട്ട്. അനുസ്യൂതമായൊരു സ്നേഹമാണ് പിതാവിൽ നിന്നും പുത്രനിലേക്കും പുത്രനിൽ നിന്നും പിതാവിലേക്കും നടക്കുന്ന ഒരു അനുസ്യൂതമായ ഒരു പ്രവാഹം, എപ്പോഴും നിർഗളിക്കുന്ന ഒരു പ്രവാഹം പോലെ. അതാണ്, അങ്ങനെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കാൻ എളുപ്പം. അപ്പോൾ ദൈവത്തിലേക്ക് പ്രവേശിക്കുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ മുങ്ങുക എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? പിതാവിൻ്റെ നാമത്തിൽ, പുത്രന്റെ നാമത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്ന് പറയുന്നത് അതിൻ്റെ തർജ്ജമ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അതൊരു ലൊക്കാലയായിട്ടാണ്, അതൊരു സ്ഥലമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ നമ്മളൊരു മുറിയിലേക്ക് പ്രവേശിക്കുന്നു എന്നതുപോലെ, ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നതുപോലെ നമ്മളോട് ദൈവത്തിലേക്ക് പ്രവേശിക്കുവാനാണ് പറയുന്നത്. ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന് പറയുന്നതാണ്. യു എൻ്റർ ഇൻ ടു ദാറ്റ് ലൊക്കാലെ. ദൈവത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവിൻ്റെ ആ അനർഗളമായ പ്രവാഹത്തിലേക്ക് പ്രവേശിക്കുക. അതാണ് മാമോദീസ. പിതാവിൽ നിന്നും പുത്രനിലേക്ക് ഒഴുകുന്ന, അല്ലെങ്കിൽ പുത്രനിൽ നിന്നും പിതാവിലേക്ക് ഒഴുകുന്ന ഈ പ്രവാഹത്തിലേക്ക്, ഈ നദിയിലേക്ക് നിമുങ്ങുക. അതാണ് വെള്ളം കാണിക്കുന്നത്. അതാണ് വെള്ളത്തിന് സൂചന. ഇങ്ങനെ പ്രവഹിക്കുന്ന ഒരു അനുസ്യൂതം പ്രവഹിക്കുന്ന, അതാണ് എന്നെ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും നിത്യം നിർഗളിക്കുന്ന ഒരു അരുവിയായി ഈ പരിശുദ്ധാത്മാവ് പ്രവഹിക്കുമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിലേക്ക് നമ്മൾ ഉൾച്ചേരുമ്പോൾ മാത്രമേ, ഈ പിതാവിലേക്കും പുത്രനിലേക്കും നമ്മൾ പ്രവേശിക്കുമ്പോൾ മാത്രമേ നമ്മിൽ ഐക്യം ഉണ്ടാവൂ. ഐക്യമെന്നത് ആശയങ്ങൾ കൊണ്ടോ മറ്റേതെങ്കിലുമൊക്കെ തരത്തിലോ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാക്കാവുന്ന ഒരു കാര്യമല്ല. അപ്പം ഈ ഐക്യത്തിലേക്ക് തൻ്റെ ശിഷ്യന്മാരെ പ്രവേശിപ്പിക്കണമേ എന്ന് ഈശോ പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ കാര്യം, പിതാവേ, അങ്ങയുടെ മഹത്വം എനിക്ക് നൽകിയതുപോലെ ഇവരെയും മഹത്വത്തിലാക്കണമേ. പിതാവിൻ്റെ മഹത്വം. എന്താണ് ഈ മഹത്വം? പലപ്പോഴും നമ്മൾക്ക് അത് മനസ്സിലാകാത്ത ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മഹത്വം എന്നൊക്കെ പറയുമ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന മഹത്വം ദൈവത്തിൻ്റെ വല്ലാത്തതായ ഒരു സെപ്പറേറ്റ്നെസ് മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ ട്രാൻസെൻഡൻ്റൽ നേച്ചർ എന്നൊക്കെ പറയുന്ന, ദൈവം പരിശുദ്ധനാണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിന് പ്രതീകമായിട്ട് മോശ കാണുന്ന എരിയാത്ത ആ മുൾപ്പടർപ്പ്, അല്ലെങ്കിൽ എരിഞ്ഞു തീരുന്ന അഗ്നി, അതിൽ എരിഞ്ഞു തീരാത്ത മുൾപ്പടർപ്പ്. സീനായ് മലയുടെ മുകളിൽ പ്രത്യക്ഷപ്പെടുന്ന, മലയുടെ മുകളിൽ ഇറങ്ങി വന്ന അഗ്നി. ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ മേഘത്തിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന ദൈവസാന്നിധ്യം. സോളമൻ്റെ ആലയത്തിലേക്ക് പ്രവേശിച്ച ആ മേഘം. അങ്ങനെയൊക്കെയാണ് ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ കണ്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതും. എന്നാൽ ഈശോയിൽ വരുമ്പോഴേക്കും ഈ മഹത്വം അങ്ങനെയല്ല. ഈശോയിൽ വരുമ്പോൾ ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിൻ്റെ പൂർണ്ണത ദൈവം വെളിപ്പെടുത്തുന്നതിനെയാണ് ഈ മഹത്വം എന്ന് പറയുന്നത്.
എങ്ങനെയാണ് ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടുത്തുന്നത്? അത് ഈശോയിലാണ്. പിതാവ് തൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടുത്തുന്നത് ഈശോയുടെ കുരിശു മരണത്തിലാണ്. ഈശോയെ കുരിശിൽ ഏൽപ്പിക്കുമ്പോഴും അവനെ പീഡകൾ സഹിപ്പിച്ച് മനുഷ്യർ കൊല്ലുമ്പോഴും അപ്പോഴും ദൈവം മനുഷ്യകുലത്തെ ഈ ഉപദ്രവിക്കുന്നവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്നേഹത്തിൻ്റെ അനന്തമായ പൂർണ്ണത ഈശോയിൽ ദൈവം വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ശിഷ്യർക്ക് മഹത്വം ഉണ്ടാകണമെന്ന് പറയുന്നത് എന്താണ്? ഈശോയെ പോലെ തന്നെ ദൈവത്തിൻ്റെ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക. അതാണ് മഹത്വം. അതാണ് രക്തസാക്ഷിത്വത്തിലൂടെയൊക്കെ ആളുകൾ ചെയ്യുന്നത്. റാണി മരിയൊക്കെ മരിച്ചപ്പോൾ എന്താണ് കാണുന്നത്? ഘാതകൻ പോലും മനസ്സാന്തരപ്പെടുന്നു. അപ്പൊ ആ സഹോദരിയിലൂടെ ദൈവസ്നേഹത്തിന്റെ ആഴം ആ ഘാതകൻ ഉൾക്കൊള്ളുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് വലിയ പ്രത്യക്ഷീകരണങ്ങളോ അഗ്നിയോ മേഘമോ അല്ലെങ്കിൽ കൊടുങ്കാറ്റോ ഒന്നുമല്ല. പിന്നെയോ സ്നേഹമാകുന്ന ദൈവത്തിൻ്റെ പരിപൂർണമായ ആവിഷ്കാരമാണ്. അങ്ങനെ ആവിഷ്കരിക്കണമെങ്കിലും നമ്മുടെ ഉള്ളിൽ ഈ ദൈവിക ജീവൻ വേണം. അതാണ് ദൈവിക മഹത്വം. ഈ മഹത്വം നമ്മളിൽ നിലനിൽക്കുവാൻ വേണ്ടിയിട്ടാണ് ഈശോയുടെ പ്രാർത്ഥന. അപ്പോൾ ക്രൈസ്തവരായി നമ്മളിൽ എങ്ങനെയാണ് ഈ മഹത്വം നിലനിൽക്കുന്നത്? അത് നമ്മുടെ പരസ്പര സ്നേഹത്തിലൂടെ മാത്രമാണ്. ഈ പരസ്പര സ്നേഹം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്ന വഴി മാത്രമേ ഉണ്ടാവൂ. എങ്ങനെയാണ് ഈ ദൈവത്തെ സ്നേഹിക്കുന്നത്? ആ ദൈവസ്നേഹത്തിൻ്റെ ഒഴുക്കാകുന്ന പരിശുദ്ധാത്മാവാകുന്ന പ്രവാഹത്തിൽ നമ്മളായിരിക്കുമ്പോഴാണ്. ഇതാണ് കർത്താവ് പഠിപ്പിക്കുന്ന, തൻ്റെ പ്രാർത്ഥനയിലൂടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. ഇവിടെ നമ്മളും ഇത് വലിയ ഒരു രഹസ്യമായൊരു കാര്യമാണ്, അല്ലെങ്കിൽ നമുക്ക് അസാധ്യമായ കാര്യമാണ്. എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേലിറങ്ങി വരാൻ വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ്. പിതാവേ, അവരെ അങ്ങ് മഹത്വപ്പെടുത്തണമേ, എന്നെ അങ്ങ് മഹത്വപ്പെടുത്തിയതുപോലെ അവരെ മഹത്വപ്പെടുത്തണമേ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ ഈ വലിയ രഹസ്യാത്മകമായ പ്രവർത്തനം നമ്മുടെ മേലുണ്ടാകാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ പരിശുദ്ധൻ, നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മാറിയ ഔസേപ്പിൻ്റെയും പാവന സ്മരണ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർ തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ
ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും അങ്ങയുടെ സ്തുത്യർഹമായ ഉദ്ധാനം വഴി അങ്ങ് മഹത്വത്തോടുകൂടെ ഉയർപ്പിക്കുമെന്ന പ്രത്യാശയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയൂസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തിരക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികീസന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ട് എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിന്റെ ജീവനും കാരണമാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിഹീനമായ രഹസ്യങ്ങൾക്ക് ഉദാസ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്രോതത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും
സ്നേഹമതും റൂഖാതൻ സഖവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹം ഇസഹാക്യാക്കോബെന്നിവർതൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. അങ്ങയെ ശുശ്രൂഷിക്കുന്ന അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന. ദാവീദിൻ
ഓശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീഥിയിലോശാന ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ വചനം തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയരാകുകയും ഞങ്ങളുടെ രക്ഷയുടെ നിത്യസ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ ദിവ്യരഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസരിതാ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി. ബലഹീനമായ ഞങ്ങളുടെ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് സിസ്റ്റ മെത്രാപ്പൊലീത്തായ്ക്കും രൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാനും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസികളായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും ഈ കൃപാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കൃപാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്ധകരുടെയും ബഹുമാനത്തിനും അങ്ങേ പ്രീതിപ്പെടുത്തിയ നീതിമാന്മാരായ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കൃപാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കൃപാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം പ്രതീക്ഷിച്ച് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരായ ഈ മക്കൾ ഓരോരുത്തർക്കും ഇവരുടെ എല്ലാ പ്രാർത്ഥനകളും അങ്ങയുടെ സന്നിധിയിൽ സ്വീകാര്യമാകുന്നതിന് വേണ്ടിയും കർത്താവേ, വിദൂരങ്ങളിലായിരുന്ന ഈ പരിശുദ്ധ ബലിയിൽ പങ്കുചേരുന്ന എല്ലാവരും അങ്ങയുടെ സമൃദ്ധമായ കൃപയാൽ ആശീർവദിക്കപ്പെടുന്നതിന് വേണ്ടിയും ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു അവർക്കും ആരോടെല്ലാം ഞങ്ങൾ പ്രാർത്ഥന വാഗ്ദാനം ചെയ്തുവോ അവർക്ക് വേണ്ടിയും എളിയവരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കൃപാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കൃപാന സ്വീകരിക്കണമേ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരങ്ങളെ, ഈ കൃപാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹ അങ്ങയുടെ പ്രാർത്ഥന കേൾക്കുകയും കൃപാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ലോകം മുഴുവന് വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവേ, എളിയവരും ബലഹീനരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ചപ്പോൾ അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവ് യേശു മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദിവ്യവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. അങ്ങയുടെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയിർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവകവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങേ നിരന്തരം പ്രകീർത്തിക്കുകയും അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യമായ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക്
കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്നെ നാമത്തിൽ ആദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തമിതം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രികത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദിവ്യവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നതും ലോകത്തിനു മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമൊപ്പം ഞാൻ സ്നേഹമുടിന്നെ കൈക്കൊള്ളുവോൻ എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പ്രത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിനെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും
അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ തിരുസന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിലങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്നു ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കീണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിലും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. ജീവദായകനായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ കാരുണ്യപൂർവ്വം നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലെ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. അരൂപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശു, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ, അങ്ങ് എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. ഒരു നാളും അങ്ങ് എന്നിൽ നിന്ന് വേർപിരിയരുതേ. ആമേൻ. മനുഷ്യവർഗം ത്യാസിയായ മിശിഹായെ ഞങ്ങൾ ഭക്ഷിച്ച് തിരുശരീരവും പാനം ചെയ്ത തിരു രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രവൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും അങ്ങയുടെ സന്നിധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. ആമേൻ. മോദം കലർന്നു നിന്നെ ഉൾക്കൊണ്ട് നിന്റെ ദാസരിൽ സ്നേഹം തുളുമ്പിടുന്ന നാഥ, കനിഞ്ഞു നവ്യ ജീവൻ ചൊരിഞ്ഞിടേണമേ. മോദം കലർന്നു നിന്നെ ഉൾക്കൊണ്ട് നിന്റെ ദാസരിൽ സ്നേഹം
തുളുമ്പിടുന്ന നാഥ കനിഞ്ഞു നോവി ജീവൻ ചൊരിഞ്ഞിടേണമേ. ദേവാലയത്തിൽ ദിവ്യകർമ്മങ്ങൾ കണ്ട കണ്ണുകൾ, ദേവാലയത്തിൽ ദിവ്യകർമ്മങ്ങൾ കണ്ട കണ്ണുകൾ, ലോകാവസാന നാളിൽ ആകാശമാറിൽ നിന്റെ ആരമ്യ കാന്തി കാണണം. ലോകാവസാന നാളിൽ ആകാശമാറിൽ നിന്റെ ആരമ്യ കാന്തി കാണണം. മോദം കലർന്നു നിന്നെ ഉൾക്കൊണ്ട് നിന്റെ ദാസരിൽ സ്നേഹം തുളുമ്പിടുന്ന നാഥ കനിഞ്ഞു നോവി ജീവൻ ചൊരിഞ്ഞിടേണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, സുദൃഢവും പരിശുദ്ധവും ജീവദായകവും നിവീകവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയമായ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ പാപങ്ങളുടെ കരമായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളുടെ മേൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കരം നിങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. കുരിശടയാളം വഴിയായി സംരക്ഷിതരാ തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കവറുടെ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ യേശു, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസത്തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യൻ്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യത്തിൻ്റെ മകുടവുമായി തീരട്ടെ. അങ്ങയോട് കൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ ഉത്സുകരാകട്ടെ. കർത്താവെ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനിമാരെയും അൽമായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ.
ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ. പ്രിയമുള്ളവരെ, ഒരു പ്രത്യേക കാര്യം അറിയിക്കുകയാണ്. ഇന്നു മുതൽ നമ്മൾ ഓൺലൈനിൽ വിശുദ്ധ ഗ്രന്ഥ പഠനങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ 3 പ്രാവശ്യം വീതം ഓരോ എപ്പിസോഡായിട്ടത് ചെയ്യുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് മനസ്സിലാക്കാനും പ്രത്യേകിച്ച് ആദ്യ ഗ്രന്ഥമായ ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യത്തെ പഠനങ്ങൾ നടക്കുക. ഓരോ എപ്പിസോഡായിട്ടായിരിക്കും അത് പ്രക്ഷേപണം ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരികുകയാണ്. നമുക്ക് ഒരു 25 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റിൽ താഴെയുള്ള സമയത്ത് ആ വചനപഠനത്തിൽ പങ്കുചേർന്നുകൊണ്ട് ബൈബിളിനെ കുറിച്ച് കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ടും പഠിക്കാനായിട്ടും നമുക്ക് സാധിക്കും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എല്ലാവരും ഈ ഒരു സംരംഭത്തിൽ പങ്കുചേരുകയും വചനം പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. ഒരു സാധാരണ ധ്യാന പ്രസംഗം പോലെയുള്ള അല്ലെങ്കിൽ ഞായറാഴ്ച ഹോമിലി പോലെയുള്ള ക്ലാസ്സുകളായിരിക്കില്ല. പ്രത്യേക ക്ലാസിക്കലായിട്ട് ദൈവവചനത്തെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു പഠനമാണ്. എങ്കിലും സാധാരണക്കാരായ എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ അത് ഉൾച്ചേരുവാനായിട്ട് സാധിക്കും എന്ന് കരുതുന്നു. ബാത്കോൾ ബിബ്ലിക്കൽ സ്റ്റഡീസ് എന്ന പേരിലാണ് അത് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ ഇടവകയുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും തന്നെയാണ്